ഞാൻ ചോദിക്കട്ടെ, ഭരണം വേണമല്ലോ, ഭരണം തിരിച്ചു പിടിക്കേണ്ടയും ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അതാണ് KM ഷാജി സാഹിബിന്റെ ഒരു പ്രസംഗം കേട്ടിട്ട് ഞാനിങ്ങനെ എൻ്റെ രോമൊക്കെ എണീറ്റ് നിൽക്കുകയാണ്. ആ ജാതി പ്രസംഗം കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ ഒരു പ്രസംഗമാണ്. മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞ 9.5 വർഷക്കാലത്തിനിടയ്ക്ക് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചിഫിക്കേഷൻ പ്രസംഗം. എന്താ അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഭയങ്കര പ്രസംഗം. അതൊക്കെ കേട്ടപ്പോൾ എനിക്കും ഒരു കൗതുകം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ആ കൗതുകം. എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഇപ്പോൾ KM ഷാജി സാഹിബ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് നഷ്ടപ്പെട്ട എന്താണ് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ പോകുന്നത് എന്ന്. ഇന്ന് ഏതായാലും നബിദിനമാണ്. നബിദിനത്തിൽ അത് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ആ വാർത്ത ഒന്ന് കേൾക്കാം നമുക്ക്. കോഴിക്കോട് വടകരയിൽ മാടാക്കര പള്ളിയിൽ സംഘർഷം. പള്ളി കമ്മിറ്റിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് സംഘർഷം. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇടപെട്ട പരിഹാരം കണ്ടിരുന്നെങ്കിലും വീണ്ടും കോഴിക്കോട് ജില്ലയിലെ വടകര മാറാക്കര പള്ളിയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷം പള്ളി കമ്മിറ്റിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിലുള്ള ഒരു സംഘർഷമാണ്. അതാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ മധ്യസ്ഥമൊക്കെ പറഞ്ഞിട്ടും പരിഹരിക്കാൻ കഴിയാത്ത എന്തോ ഒരു പ്രശ്നമാണ്. അതും നബിദിനത്തിലാണ് അടി നടക്കുന്നത്. ആ അടിയുടെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. അതായത് പള്ളിക്കകത്താണ് പോലീസിന്റെ ലാത്തി ചാർജ്. സാധാരണ ശറഫാക്കപ്പെട്ട പള്ളി, അതായത് പവിത്രമാക്കപ്പെട്ട പള്ളികൾ എന്നാണ് പറയാറുള്ളത്. ആ പവിത്രമായ പള്ളിക്കുള്ളിൽ ഒന്ന് സംഘർഷം ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല. എന്ന് നബിദിനം കൂടിയാണ്. നബി തിരുമേനിയുടെ സന്ദേശം തന്നെ പരസ്പര ഐക്യത്തോടെയും സൗഹാർദ്ദത്തോടു കൂടിയും ജീവിക്കുക എന്നുള്ളതാണ്. അതിനിടക്കാണ് ഇതുപോലെ ഒരു സംഘർഷം, അതും പള്ളിക്കുള്ളിൽ നടക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിന്റെ കാലത്ത് മുസ്ലിം പള്ളികളിൽ എന്താണ് നടന്നത്? അത് പ്രവാചകന്റെ പ്രകീർത്തനങ്ങളാണ്, ആരാധനകളാണ്, മറ്റു കർമ്മങ്ങളാണ്. പക്ഷെ UDF അധികാരത്തിലേറി മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ വേണ്ടി കയറിയ ലീഗിന് 5 മന്ത്രിമാരുള്ള മന്ത്രിസഭ അധികാരത്തിൽ വന്നതോടുകൂടി കേരളത്തിലെ മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് പള്ളിക്കകത്ത് സംഘർഷങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ഇതൊക്കെ നല്ലൊരു അവസരമായിരുന്നു. പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിൽ ബൂട്ടിട്ട് പവിത്രമായ പള്ളിയുടെ അകത്തളങ്ങളിൽ കയറി പിണറായി സർക്കാർ എന്ന് പറഞ്ഞ് നല്ല ഒരു പ്രസംഗം നടത്താനൊക്കെ പറ്റിയ ഒരു നല്ല കണ്ടന്റ് ആയിരുന്നു ഇത്. പക്ഷെ അത് നഷ്ടപ്പെട്ടു. അത് UDFന്റെ മുസ്ലിം ലീഗിന്റെ ഭരണത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോ രാഷ്ട്രീയം മതത്തിൽ കലർത്തി മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴച്ച് തങ്ങളുടെ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത്. ഇതുതന്നെയാണ് RSSും രാജ്യത്ത് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കെട്ടി അമ്പലങ്ങളിൽ സംഘർഷം ഉണ്ടാക്കുന്നു. ഇപ്പൊ നമ്മുടെ തന്നെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള സാമ്പത്തിക തിരിമറി, ഇതൊക്കെ വിശ്വാസികൾക്ക് യോജിച്ചതാണോ? അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനവും. മതത്തെയും രാഷ്ട്രീയത്തെയും ഇടകലർത്തി അതിൽ നിന്ന് മുതലെടുക്കുകയും ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ BJPയും ഉൾപ്പെടെയുള്ള കക്ഷികൾ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.